പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരബന്ധമുള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. ജമ്മുവിലെ ജയിലിൽ വെച്ചാണ് നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവരെ ചോദ്യം ചെയ്തത്. ഇതിനിടെ അതിർത്തിയിൽ നിന്ന് 2 പാക് ചാരന്മാരെ പഞ്ചാബ് പോലീസ് പിടികൂടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചു. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? SKN, ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് 2 ഭീകരവാദ ബന്ധമുള്ള നിലവിൽ ജയിലിൽ കഴിയുന്ന 2 പേരെ NIA ചോദ്യം ചെയ്തിരിക്കുന്നത്. ജയിലിനുള്ളിൽ വെച്ചാണ് ഇവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ ജമ്മു കശ്മീരിൽ നടന്ന 2 ഭീകരാക്രമണങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ആ ഭീകരാക്രമണം എന്നുള്ളത് 7 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ഭീകരവാദി ആക്രമണവും ഒപ്പം തന്നെ സൈനിക ട്രക്കിന് നേരെ 2023 ഏപ്രിലിൽ നടന്ന ഭീകരാക്രമണമാണ്. ആ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് മറ്റ് സഹായങ്ങൾ, താമസം, യാത്രാ സൗകര്യം അടക്കമുള്ളവ നൽകിയതായി കണ്ടെത്തിയ 2 ഭീകരവാദികളാണ് നിലവിൽ ജയിലിൽ ഉള്ളത്. ഈ ആക്രമണങ്ങളിൽ നിലവിൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 പേർക്ക് കൂടി പങ്കുണ്ട് എന്ന് മറ്റ് ഭീകരവാദികളിൽ നിന്നും പ്രാദേശിക ഭീകരവാദികളിൽ നിന്നും മൊഴി ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഈ ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇവരുടെ സ്ഥിരം ഒളിത്താവളങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. നിലവിലിപ്പോൾ 75ഓളം പ്രാദേശിക ഭീകരവാദികൾ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസ് ഏതാണ്ട് 3000-ലധികം പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്രാദേശിക ഭീകരവാദികളുടെ വലിയ സഹായം ഈ ഭീകരവാദികൾക്ക്, പഹൽഗാമിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. അതേസമയം ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അവർക്ക് ഈ പ്രാദേശിക സഹായം ലഭിക്കുന്നതിനാലാണ് കൂടുതൽ കാലം ഈ കാട്ടിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നൊരു നിഗമനം ഈ അന്വേഷണ സംഘത്തിനുണ്ട്, തെരച്ചിൽ സംഘത്തിനുണ്ട്. ഇത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നടപ്പാക്കി വരികയാണ്. ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള മുഴുവൻ പഴുതുകളും അടച്ചു കഴിഞ്ഞു എന്നാണ് സുരക്ഷാ സേന അറിയിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ചെനാബ് നദിയിലെ അണക്കെട്ട് അടയ്ക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. സമാനമായി ജലം നദിയിലും സമാനമായ നീക്കം തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. പാകിസ്ഥാനെ എതിരായ കടുത്ത നടപടികൾ, അത് ദീർഘകാല ലക്ഷ്യം വെച്ചുള്ള നടപടികളാണ് ഈ നദികളിലെ വെള്ളം അടയ്ക്കുന്നതിലൂടെയും തുറക്കുന്നതിലൂടെയും ഇന്ത്യ നടപ്പാക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഇത്തരത്തിലുള്ള നടപടി പാകിസ്ഥാനിലെ ഈ മേഖലയിലെ ജനങ്ങളെ അത് വലിയ തോതിൽ തന്നെ ദുരിതത്തിലാക്കും. അവർ സർക്കാരിനെതിരായ തിരിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം അതിർത്തി മേഖലകളിൽ ഇപ്പോഴും അതീവ ജാഗ്രത തുടരുകയാണ്. പ്രധാന അതിർത്തികളിൽ എല്ലാം തന്നെ പൂഞ്ച്, രജൌരി അടക്കമുള്ള അതിർത്തി മേഖലകളിൽ എല്ലാം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. 9ാം ദിവസവും ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ വെടിയുതിർത്തിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ. ഇതിന് തക്കതായ മറുപടി തന്നെ നൽകുക എന്ന ഒരു തീരുമാനം സൈന്യത്തിനുണ്ട്. നിലവിലിപ്പോൾ സ്മോൾ ആംസ് ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തക്കതായ മറുപടി തന്നെ ഇന്ത്യ നൽകുന്നു. എന്നാൽ ഈ പ്രകോപനം ആവർത്തിച്ചാൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവിയും ഇന്ന് വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചകളിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.